ഗുഡ് മോർണിംഗ്. നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോ നമ്മൾ വന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ കാണുന്നതിനിടക്കാണ് അല്ലേ? എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഫോർമുല പറഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നു അല്ലേ? ഇന്നലെ നമ്മൾ എനർജി അതുപോലെ മൊമെന്റം ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? എന്തൊക്കെയായിരുന്നു എനർജി ഓപ്പറേറ്റർ, മൊമെന്റം ഓപ്പറേറ്റർ? മൊമെന്റം ഓപ്പറേറ്റർ പി ക്യാപ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആയിരുന്നു. എനർജി ഓപ്പറേറ്റർ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഈ ഓപ്പറേറ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂസ് കാണും അല്ലേ? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ വാല്യൂസ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂള്ള ജനറൽ ഫോർമുല എന്ന് എഴുതിയിരുന്നു അല്ലെ? എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലേ? ഈ ഒരു ഫോർമുല നമുക്ക് ഇതിന്റെ കേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്നുള്ള നമുക്ക് ഇതിന്റെ ഒരു ഫോർമാറ്റ് എഴുതിയിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞാൽ അത് ഒരു പക്ഷേ തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് പി നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇൻ ജനറൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. എക്സ്പെക്ടേഷൻ പി ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി psi star p psi dx divided by integral minus infinity to infinity mod psi square dx എന്ന ഫോർമുല വെച്ചിട്ടാണ് കാണുക. എന്താ മാറ്റം ഉണ്ടായിരിക്കും? നമ്മൾ എക്സ്പെക്ടേഷൻ എക്സ് പറഞ്ഞപ്പം എക്സ് ഇൻറ്റു മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാ പറഞ്ഞത്. ഇത് മാറ്റിയിട്ട് സൈ സ്റ്റാർ പി ക്യാപ് സൈ ഡി എക്സ് എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുക. നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. വിച്ച് മീൻസ് എക്സ്പെക്ടേഷൻ പി ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഇൻറ്റു പി ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റർ പി ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ്, പിന്നെന്താ ഉള്ളത്? സൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാണ് അല്ലെ? ഇനി ഇത് ഈ മൈനസ് ഐ എച്ച് ക്രോസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താവും? എക്സ്പെക്ടേഷൻ പി ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ പിന്നെ ഡോ സൈ ബൈ ഡോ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാണ്. ഇതാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ഓരോ സിസ്റ്റത്തിന് അപ്ലൈ ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ വരുന്നത് അല്ലെ? സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ എക്സ് ഡി എക്സ് അല്ലെ? ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. ഇനി അതുപോലെ നമ്മൾ എക്സ്പെക്ടേഷൻ ഇ കാണാണിച്ചാലോ? എക്സ്പെക്ടേഷൻ ഇ ഈക്വൽ ടു എന്താ വരിക? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi star e psi dx divided by integral mod psi square dx. ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? ഇനി ഇതിന് തന്നെ നമ്മൾ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആണ് അല്ലെ? അപ്പൊ ഇതെന്ത് വരും? ഈക്വൽ ടു ഐ എച്ച് ക്രോസ് പുറത്തെടുക്കാം, ഇന്റഗ്രൽ psi star ഡോ സൈ ബൈ ഡോ ടി ഡി എക്സ് അല്ലെ? ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. മനസ്സിലായോ? ഇത്തരത്തിലാണ് നമ്മൾ ഇതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണേണ്ടത് ഓപ്പറേറ്റേഴ്സിന്റെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള മോസ്റ്റ് ജനറൽ ഫോർമുല കണ്ടെത്താം. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഫോർമുല. അതിനിപ്പം ഓപ്പറേറ്റേഴ്സ് ആയാലും അല്ല പൊസിഷൻ പോലത്തെ
എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആയാലും ഏറ്റവും ജനറൽ ആയിട്ട് ഇനി ഒരു ഒറ്റ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഏതാണ് ഫോർമുല? ഫോർ എ ഫംഗ്ഷൻ, ഫോർ ആൻ ഓപ്പറേറ്റർ ഓർ വേരിയബിൾ g of x, g may be x, y, z, p, e എന്തു ആവാം, എനർജി ആവാം, മൊമെന്റ് ആവാം, x ആവാം, y ആവാം, എനിത്തിങ് അല്ലെ, ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi star g of x psi dx divided by integral minus infinity to infinity mod psi square dx. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഫോർമുല. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നിങ്ങൾക്ക് എക്സിന്റെ കാണാനും ഇതേ ഫോർമുല ഉപയോഗിച്ചാൽ മതി അല്ലെ. ഇതിനിപ്പോ എക്സ്പെക്ടേഷൻ എക്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? എക്സ്പെക്ടേഷൻ എക്സ് ജി ഓഫ് എക്സിന് പകരം എക്സ് ഇട്ട് കൊടുക്കുക അല്ലെ. എന്ത് വരും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi star x psi dx ഡിവൈഡഡ് ബൈ മോഡ് psi square dx അല്ലെ. കാരണം എക്സിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല അല്ലെ. എക്സിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. എന്തുകൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും അല്ലെ. നമ്മൾ ഇനി ക്വാണ്ടം കമ്മ്യൂട്ടേറ്ററിലേക്ക് വരുന്നുണ്ട്, അപ്പൊ നമ്മൾ വിശദമായിട്ടത് പഠിക്കും. ഓക്കെ, ഇനി എനർജി ഈ ഒരു ഓർഡർ നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഇനി രണ്ടെണ്ണം പഠിക്കണ്ട. എങ്ങനെ? എക്സ്പെക്ടേഷൻ എക്സിന് നമ്മൾ എക്സ് ഇൻറ്റു മോഡ് സൈ സ്ക്വയർ ഡി എക്സും അതുപോലെ ഇതിന് സൈ സ്റ്റാർ ഇൻറ്റു ജി ഓഫ് എക്സ് ഐ ഡി എക്സും അങ്ങനെ രണ്ടെണ്ണമായിട്ട് പഠിക്കണ്ട, ഒറ്റൊന്ന് പഠിച്ചാൽ മതി. അതേതാണ്? ഇത്. ഈ ഒരു ഫോർമുല പഠിക്കുക. ഇത് തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുക. മനസ്സിലായോ? ഇനി എപ്പോഴും ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഓർഡർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്? അതാണ് ഞാൻ ആദ്യം അതിലേക്ക് വരാന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോ സാധാരണ എക്സ്പെക്ടേഷൻ എക്സ് കണ്ടതുപോലെ നമ്മൾ ഇത് കാണുന്നില്ല. എക്സ്പെക്ടേഷൻ എക്സ് എങ്ങനെ നമ്മൾ കണ്ടിരുന്നത്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്, ഇവിടെ എന്താണ് പി അല്ലെ, പി സൈ സ്റ്റാർ സൈ ഡി എക്സ് ബൈ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് കൊടുത്തു എന്ന് എഴുതുക. ഇങ്ങനെ അഥവാ നമ്മൾ പി കണ്ടു എന്ന് എഴുതുക. ഓക്കെ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ്പെക്ടേഷൻ പി ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇനി ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് അല്ലെ. മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് അല്ലേ പി എന്ന് പറഞ്ഞാൽ? അത് കൊടുത്തു. ബാക്കി എന്താ? സൈ സ്റ്റാർ സൈ ഡി എക്സ് അല്ലെ, ഡിവൈഡഡ് ബൈ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് അല്ലെ. ഇനി ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സംതിങ് ഇൻറ്റു ഡി എക്സ് അല്ലെ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഡി എക്സ് എന്ന് വരും. അപ്പൊ ഈ ഇന്റഗ്രേഷനും ഡെറിവേറ്റീവും ശരിക്കും കട്ടായി പോവല്ലേ ചെയ്യാം അല്ലെ. അല്ലെ, ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ആ ഇന്റഗ്രലും ഡി ബൈ ഡി എക്സും കട്ടാവില്ലേ. ഒരാളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഓർഡർ മാറി നിന്നില്ല. ഒരാളെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തു, എന്താ കിട്ടുക? അതേ വാല്യൂ. എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈ സ്റ്റാർ സൈ വരും. ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈ സ്റ്റാർ സൈ എന്താ വരിക? അത് തന്നെ വരും അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഐ ക്രോസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സംതിങ്. അപ്പൊ എന്ത് വരും? സംതിങ് വരും, സൈ സ്റ്റാർ സൈ എന്ത് വരും? ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കും, ഇവിടെ എന്തോ ആയിക്കോട്ടെ, ഡിനോമിനേറ്റർ അതന്നെ. ഇനി ഇത് നോക്കാം, സൈ സ്റ്റാർ സൈക്ക് നമ്മൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? എന്താ വരിക? എന്താ വരിക? സീറോ. എന്തുകൊണ്ടാണ് സീറോ വരുന്നത്? വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ പഠിച്ച ഓർമ്മ ഉണ്ടോ? ആസ് psi tends to plus infinity or minus infinity, x tends to plus infinity or minus infinity, psi tends to 0 നമ്മൾ പറഞ്ഞാണ്. വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞാണ് അല്ലേ. അപ്പം ഇതിനകത്ത് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻഫിനിറ്റി കൊടുത്താലും 0, മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും 0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താവും? 0 അല്ലെ. ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ ഓഫ് psi it becomes 0 everywhere. എവിടെ കൊടുത്താലും അത് 0 ആയി പോകും. അത് മീനിങ്ലെസ് അല്ലേ അല്ലേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ എക്സ്പെക്ടേഷൻ എക്സ് കണ്ട അതേ രീതിയിൽ നമ്മൾ മൊമെന്റം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വരിക അല്ലെ. പി സൈ സ്റ്റാർ സൈ ഡി എക്സ് അല്ലെ. അപ്പൊ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ്
ഓഫ് സൈ സ്റ്റാർ സൈ. ഇന്റഗ്രലും ഡെറിവേറ്റീവും പോയി കഴിഞ്ഞാൽ ഒരു വർഷം ഇന്റഗ്രേറ്റ് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു, വി ആർ ലെഫ്റ്റ് വിത്ത് ദി സെയിം ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് സൈ സ്റ്റാർ സൈ. അതിന് നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയും ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റിയും കൊടുത്താൽ എന്താവും? ആൻസർ 0 ബിക്കോസ് ഓഫ് ദ വെൽ ബിഹേവ്ഡ് നേച്ചർ ഓഫ് വേവ് ഫംഗ്ഷൻ അല്ലേ. ആസ് x, y or z tends to infinity, psi tends to 0. അപ്പം സൈ സ്റ്റാർ സൈക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ വാല്യൂ 0, മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ സൈ സ്റ്റാർ സൈന്റെ വാല്യൂ 0, വിച്ച് മീൻസ് ആൻസർ ഈസ് 0 ആൽവേസ് അല്ലേ. എപ്പോഴും എന്താണ്? ഇറ്റ് വിൽ ബി 0. അപ്പൊ എക്സ്പെക്ടേഷൻ കാണുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു സിസ്റ്റത്തിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് മൊമെന്റം കണ്ടാലും ആൻസർ 0 ആണെന്ന്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ അല്ലെ. മൊമെന്റം വാല്യൂ ഇപ്പോഴും 0 ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഓർഡർ പറ്റൂല എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തെ ഒരു ഓർഡറിന് പോസിബിലിറ്റി ഉണ്ടോ? രണ്ടാമത്തെ ഒരു ഓർഡറിന് പോസിബിലിറ്റി ഉണ്ടോ? നോക്കാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഇൻറ്റു പി ഇങ്ങനെ പറ്റുമോ? ഡി എക്സ് പറ്റുമോ? അത് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കാം അല്ലെ. എങ്ങനെയാണ്? പി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമ്മൾ എക്സ് സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്നല്ലേ പറഞ്ഞത്, അതിന് പകരം സൈ സ്റ്റാർ സൈ ഇൻറ്റു പി ഡി എക്സ് എന്ന് കൊടുത്തു നോക്കുക അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? നോക്കുക. എക്സ്പെക്ടേഷൻ പി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എക്സ് എന്ന് അല്ലെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്താ പ്രശ്നം? ഡിവൈഡ് ബൈ സെയിം. പി എന്ന് പറഞ്ഞാല് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണ്. അപ്പം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ. പി എന്ന് പറഞ്ഞാല് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി? മീനിങ്ലെസ് ആയി പോയി അല്ലെ. പിന്നെ ഇതിനൊരു അർത്ഥമില്ല അല്ലെ. ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എക്സ് എന്തായി പോയി? അത് അർത്ഥമില്ലാത്തൊരു ടേം ആയി പോയി അല്ലെ. അപ്പൊ ഇതും പോസിബിൾ അല്ല. അതുകൊണ്ട് ഓപ്പറേറ്റേഴ്സിന്റെ കേസിൽ നിർബന്ധമായിട്ടും ദിസ് ഓർഡർ ഈസ് ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് ദാറ്റ് ഓർഡർ? എക്സ്പെക്ടേഷൻ വാല്യൂ ഈക്വൽ ടു സൈ സ്റ്റാർ ഓപ്പറേറ്റർ സൈ ഡി എക്സ് ഡിവൈഡ് ബൈ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് അല്ലെ. അപ്പൊ ഇനി നമ്മള് എക്സിന്റെ കേസിലും അതേ ഓർഡർ പിന്തുടർന്നാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഈ ഓർഡർ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങള് അത് എഴുതണം നിർബന്ധമല്ല കേട്ടോ. പക്ഷെ ഇത് ഓർഡർ നിർബന്ധമാണ്. നിങ്ങൾ എല്ലാം കൂടെ എഴുതിയാണ്ട് കൺഫ്യൂഷൻ ആവുകയും ചെയ്യരുത് കേട്ടോ. അതായത് അങ്ങനെ എഴുതിയുള്ള പ്രശ്നം എന്താന്നുള്ളത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പറയണം. അത് പ്രശ്നമാണ്, അത് ആക്സെപ്റ്റഡ് അല്ല. പി സൈ സ്റ്റാർ സൈ എന്ന് പറഞ്ഞാലും സൈ സ്റ്റാർ സൈ ഇൻറ്റു പി എന്ന് പറഞ്ഞാലും ആക്സെപ്റ്റഡ് അല്ല. എങ്ങനെയാണ് ഓർഡർ? സൈ സ്റ്റാർ പി സൈ അല്ലെങ്കിൽ സൈ സ്റ്റാർ ജി ഓഫ് എക്സ് സൈ ഡി എക്സ്. ഇതാണ് വേവ് ഫംഗ്ഷൻ കാണാനുള്ള ഓർഡർ അല്ലെ. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ കാണാനുള്ള ഓർഡർ. ദിസ് ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഇതാണ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പറേറ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ മൊമെന്റം, എനർജി പോലുള്ള ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ എക്സ്പെക്ടേഷൻ വാല്യൂസ് ഇങ്ങനെയാണ് കാണുക കേട്ടോ. ഇനി വേറെയും കുറെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത്രയാണ് ഇന്നത്തെ ഭാഗം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു.